ബയോമോളിക്യൂൾസ് അഥവാ ജൈവ തന്മാത്രകൾ എന്താണെന്ന് പഠിക്കാം. Many molecules are required for the cell structure and cell functions. കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി മോളിക്യൂൾസ് അഥവാ തന്മാത്രകൾ ആവശ്യമാണ്. These molecules are formed by the various combinations of elements such as carbon, hydrogen, oxygen, nitrogen, phosphorus and calcium. ഈ തന്മാത്രകൾ രൂപം കൊള്ളുന്നത് വിവിധ മൂലകങ്ങളായ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം എന്നിവ പല വിധത്തിൽ കൂടിച്ചേർന്നിട്ടാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. These are the basic building blocks of life. അതുകൊണ്ട് തന്നെ ഇവയെ പറയപ്പെടുന്ന പേരാണ് ബയോമോളിക്യൂൾസ് അഥവാ ജൈവ തന്മാത്രകൾ എന്നത്. അപ്പോൾ ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളെയാണ് എന്ത് പറയുന്നത്? ബയോമോളിക്യൂൾസ് അഥവാ ജൈവ തന്മാത്രകൾ എന്ന് പറയുന്നത്. ഈ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫാണ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്സ്, ലിപ്പിഡ് എന്നിവ. ഇതിൽ കാർബോഹൈഡ്രേറ്റ്സിന് ഉദാഹരണമാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നിവ. അതുപോലെ ലിപ്പിഡുകൾക്ക് ഉദാഹരണമാണ് ഓയിൽസ് ആൻഡ് ഫാറ്റ്സ്, എണ്ണകളും കൊഴുപ്പുകളും. പ്രോട്ടീൻസിൻ്റെ ഉദാഹരണങ്ങളാണ് എൻസൈംസ്, ഹോർമോൺസ് ആൻഡ് ആൻറ്റിബോഡീസ്. ന്യൂക്ലിക് ആസിഡ്സിൻ്റെ ഉദാഹരണമാണ് RNA ആൻഡ് DNA. All life signs are manifested by the actions of biomolecules and many other chemical factors inside the cell. Such chemical reactions together taking place in an organism are called metabolism. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബയോമോളിക്യൂൾസുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനത്തിലൂടെയാണ് ഒരു ജീവിയിലെ ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. ജീവലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം ഇവയൊക്കെ ജീവൻ്റെ ലക്ഷണങ്ങളാണ്. ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ പറയുന്ന പേരാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ലൈഫ് സൈൻസ് ആർ മാനിഫെസ്റ്റഡ് ബൈ ദ ആക്ഷൻസ് ഓഫ് ബയോമോളിക്യൂൾസ് ആൻഡ് മെനി അതർ കെമിക്കൽ ഫാക്ടേഴ്സ് ഇൻസൈഡ് ദ സെൽ. All such chemical reactions together taking place in an organism are called metabolism. മെറ്റബോളിസം രണ്ട് തരത്തിലുണ്ട്. ആനബോളിസം എന്ന് പറയുന്നതും അതുപോലെ തന്നെ കാറ്റബോളിസം എന്ന് പറയുന്നത്. Anabolism is a metabolic process where the body builds complex molecules from simple ones, requiring energy input. It is essentially the building up aspects of metabolism. ഒരു മെറ്റബോളിസത്തിലെ ബിൽഡിംഗ് അപ്പ് ആസ്പെക്ട്സിനെയാണ് നമ്മൾ ആനബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആനബോളിസത്തിൽ എന്താണ് ചെയ്യുന്നത്? കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ സിംപ്ലർ വൺസ് ഉപയോഗിച്ച് നിർമ്മിക്കുകയാണ് ഇവിടെ ബോഡി ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസിലൂടെ നമ്മൾ സസ്യങ്ങൾ സ്റ്റാർച്ച് നിർമ്മിക്കുന്ന പ്രോസസ്സാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അത് ഏത് മെറ്റബോളിസത്തിൽ വരുന്നതാണ്? ആനബോളിസത്തിൽ വരുന്നതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിംപ്ലർ മോളിക്യൂൾസ് ഉപയോഗിച്ച് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആനബോളിസം എന്ന് പറയുന്നത്. ഇവിടെ എനർജി ഇൻപുട്ട് ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രോസസ്സിന് ഇവർക്ക് എനർജി ഇൻപുട്ട് ആവശ്യമുണ്ട്. അടുത്തതാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. കാറ്റബോളിസം പറയുമ്പോൾ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് മെറ്റബോളിക് പാത്വേസ് ദാറ്റ് ബ്രേക്ക് ഡൗൺ മോളിക്യൂൾസ് ഇൻ ടു സ്മോളർ യൂണിറ്റ്സ്.
that are either oxidized to release energy or used in other anabolic reactions. അപ്പോൾ ഇവിടെ ആനബോളിസത്തിന് പറഞ്ഞാൽ സിംപ്ലർ മോളിക്യൂൾസ് കൂടിച്ചേർന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടാകുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ലാർജർ മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിംപ്ലർ യൂണിറ്റ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് പ്രോട്ടീൻ വിഘടനം അല്ലെങ്കിൽ പ്രോട്ടിയോളിസിസ് എന്നുള്ളത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡ്സുകളായിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോട്ടിയോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റബോളിസം രണ്ട് തരത്തിലുണ്ട്, ആനബോളിസം ആൻഡ് കാറ്റബോളിസം.